ഇന്ന് നമ്മൾ കാണാൻ പോണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഡ് കേക്കിന്റെ റെസിപ്പിയാണ്. കോയമ്പത്തൂരിലെ ഒരു ഫേമസ് 5 സ്റ്റാർ ഹോട്ടലിലെ ബുഫേക്ക് സെർവ് ചെയ്തിരുന്ന ഒരു ഐറ്റം ആണിത്. ശരിക്കും അതേപോലെ റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടലിലാന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ചിലവൊന്നും ഇല്ലാതെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഈ ഒരു മഡ് കേക്ക് ഉണ്ടാക്കാം. ഹോം ബേക്കേഴ്സിന് സെയിൽ ചെയ്യണമെങ്കിൽ സെയിൽ ചെയ്യാം. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. പിന്നെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മഡ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് എടുക്കണം. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് വാൻ ഹുട്ടേൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഏത് ഡാർക്ക് കോമ്പൗണ്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റിനനുസരിച്ച് ചെറിയ ടേസ്റ്റ് വ്യത്യാസം കേക്കിന് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പം ബേക്കിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അളന്ന് കാണിക്കും. അതിനുവേണ്ടി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇടുന്നുണ്ട്. ഇപ്പോൾ ഒരു 3/4 കപ്പോളം ഉണ്ട് കേട്ടോ. വലിയ കഷ്ണവും ചെറിയ കഷ്ണവും ഒക്കെ ആയിട്ടാണുള്ളത്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 50 ഗ്രാം ബട്ടർ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ മാത്രമായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് 100 ഗ്രാം ബട്ടർ എടുക്കാം. അല്ലെങ്കിൽ ഓയിൽ മാത്രം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിരുന്നാലും മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്ന 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഞാൻ ബ്രൂ ആണ് എടുത്തിട്ടുള്ളത്. നെസ്കഫിയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. സാധാരണ കാപ്പിപ്പൊടി എടുക്കരുത്, ഇൻസ്റ്റൻറ്റ് എടുക്കണം. ഇല്ലെങ്കിൽ ഇടണമെന്നില്ല. പക്ഷെ ഇട്ട ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പം തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ബൗൾ ഇറക്കി വെക്കാം. ഈ വെച്ചിരിക്കുന്ന ബൗളിൻ്റെ അടിഭാഗം വെള്ളത്തിൽ തട്ടാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ആ ആവിയിൽ വേണം നമുക്കിത് മെൽട്ടാക്കി എടുക്കാനായിട്ട്. നമുക്ക് പതുക്കെ അങ്ങ് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം മധുരമുള്ള ചോക്ലേറ്റ് തന്നെയാണ്. ചില ചോക്ലേറ്റിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് നല്ല കയ്പായിരിക്കും. അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ മധുരം നല്ലപോലെ കൂട്ടിയിട്ട് കൊടുക്കണം. 1/2 കപ്പ് എന്നുള്ളത് 1 കപ്പൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഡാർക്ക് കോമ്പൗണ്ട് ആണെങ്കിൽ ഈ അളവൊക്കെ തന്നെ എടുത്തിരുന്നാൽ മതി. തീ കുറഞ്ഞിരുന്നാൽ മതി. കുറഞ്ഞ തീയിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതങ്ങ് മെൽട്ടായിക്കോളും. അപ്പോൾ അത് എല്ലാം മെൽട്ടായിട്ടുണ്ട്. നമുക്കിതെടുത്തങ്ങ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. നമ്മൾ എടുക്കുന്നത് 8 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്. സ്ക്വയറോ റൗണ്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതേ അളവിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. സാധാരണ ഒരു അലൂമിനിയം പാത്രമാണ്. ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ചൂടാക്കി വെച്ച ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം 1 മുട്ട ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. ഒരെണ്ണം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ചൂടുള്ള ചോക്ലേറ്റ് മിക്സിലേക്ക് മുട്ട ഇടരുത്. മുട്ട വെന്ത് പോകും. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ മുട്ട ചേർത്ത് ഇളക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് കട്ടിയായതുപോലെയൊക്കെ വരും. കുഴപ്പമൊന്നുമില്ല, അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി അങ്ങ് ആ മൈദ അതിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ചോക്ലേറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് കയ്പുള്ളതാണെങ്കിൽ ഇത് നല്ല കയ്പായിരിക്കും കേക്കും. നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പേ ചോക്ലേറ്റൊക്കെ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അധികം കയ്പുള്ളതാണോ, അല്ലെങ്കിൽ സ്ഥിരം വാങ്ങുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു തിളച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അതൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഉടനെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇത് നമുക്കിനി ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കുന്നുണ്ട്. ഇളക്കിയിട്ട് ബബിൾസ് വരുമ്പോൾ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എയർ ബബിൾസ് ഉള്ളിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി. അപ്പം കേക്കിൻ്റെ ഉള്ളിൽ ഹോൾസൊക്കെ വരും, തുളയായിട്ടുണ്ടാകും ചിലപ്പോൾ കേക്കൊക്കെ ഉള്ളിൽ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ വരും. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. തുറന്നിട്ട് ബേക്കിംഗ് ട്രേ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കാം. 25 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് തീരെ ലോയിലേക്ക് വെച്ച് കൊടുത്തിരുന്നാൽ മതി. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ്, അതിനുശേഷം ഒരു 10 to 15 മിനിറ്റ്സ് 160 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് 25 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്കും വെച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കാം.
നോക്കുന്ന സമയത്ത് പറ്റി പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക. പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ അടച്ചു വെച്ചു ഒരു 5 മിനിറ്റ് കൂടെ സിമ്മിൽ വെച്ച് കൊടുത്തിരുന്നാൽ മതി. കാരണം തീയുടെ ചൂടിനനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുമായിരിക്കും. ഇതിപ്പം ആയിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഒരു തുണിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മഡ് കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിയൊക്കെ പോകും, എടുക്കാൻ കിട്ടില്ല. സൈഡിൽ കൂടെ കത്തി ഒന്നാക്കിയിട്ട് ഇളക്കിയും എടുക്കാം. തട്ടിക്കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ മഡ് കേക്ക്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാനായിട്ട് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് അത്രയും അങ്ങോട്ട് ഡാർക്ക് ആയിട്ട് തോന്നില്ല. നല്ല ഡാർക്ക് കളറിലാണ് ഇരിക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരുപാട് സ്പോഞ്ചി അല്ല, നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. സാധാരണ ചോക്ലേറ്റ് കേക്കിൻ്റെ ഫ്ലേവറും അല്ല, ടെക്സ്ചറും അല്ല. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് കേക്കും അല്ല, ഫഡ്ജ് ആണോ എന്ന് ചോദിച്ചാൽ അതും അല്ല, ബ്രൗണി ആണോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സഡ് കോമ്പിനേഷൻ പോലെ വരും. അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഇത്. നല്ല ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ മഡ് കേക്ക്. മഗ് കേക്ക് അല്ല കേട്ടോ, MUD മഡ് കേക്കാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്ത് വേറൊരു രീതിയിലാക്കിയിട്ടാണ് നമ്മൾ മഡ് കേക്ക് കഴിക്കാൻ പോകുന്നത്. ഇതേപോലെ കഴിക്കാനാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് പകരം 1/4 കപ്പ് പഞ്ചസാര എടുത്തിരുന്നാൽ മതി. നമ്മുടെ മോഡിഫൈഡ് വേർഷൻ ആണ് മഡ് കേക്കിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ടും അതിനെടുക്കുന്നില്ല, പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ പകുതി പോർഷൻ മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്താലും മതി, വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ. കുറച്ച് ദിവസം വെക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ട് തന്നെ ചെയ്യാം കേട്ടോ. നല്ലത് കൈ കൊണ്ട് വിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഒരു ബൗളിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചൂടാക്കി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് നല്ല കട്ടിയായിട്ടല്ലേ ഉണ്ടാവും. അപ്പോൾ ഒന്നുകിൽ മൈക്രോവേവിൽ വെച്ച് ഒന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഈ ബൗൾ ഇറക്കി വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നല്ല ലൂസായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൂടുതലായി പോകാൻ പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ആദ്യമേ മൊത്തത്തിൽ ഒഴിക്കേണ്ട. ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ പാലായാലും മതി. അതിലേക്ക് ഒരു ചെറിയ പീസ് വൈറ്റ് കോമ്പൗണ്ട് ഇട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അത് നമുക്കിതിന് പകരം ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു കേക്കിന് പാകത്തിനുള്ള മധുരമാവുന്നത്. ഇപ്പോൾ മുഴുവനും കേക്കിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂണൊക്കെ മിൽക്ക് മെയ്ഡ് എടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് കുഴച്ചിട്ടുണ്ട്, ഇത് മതി. ഈ ഒരു പരുവം മതി കേട്ടോ. ഇതാകുമ്പോൾ കറക്റ്റാണ്, മധുരവും കറക്റ്റായിരിക്കും. കഴിക്കുമ്പോൾ ഉള്ള ടെക്സ്ചറും ടേസ്റ്റും കറക്റ്റായിട്ട് വരും. കൂടിപ്പോയാൽ വല്ലാണ്ട് ഇങ്ങനെ പല്ലിയിലൊക്കെ ഇങ്ങനെ ഒട്ടിയിട്ടുള്ള ഒരു പരുവില്ലേ, അതായിപ്പോൾ. കുറഞ്ഞു പോയാൽ കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാനും വരില്ല. അപ്പോൾ ഇത് ഒരേ അളവിലെടുക്കാനായിട്ട് ഞാനൊരു ചെറിയ തവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നിറച്ചിട്ട് ആ ഒരു അളവെടുക്കാൻ വേണ്ടി മാത്രം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീട്ടാവശ്യത്തിനാണെങ്കിലും നമുക്കൊന്ന് വെറുതെ അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. ഇത് ടേബിൾ സ്പൂണിൻ്റെ അളവല്ല കേട്ടോ, ഒരു 1-1.5 ടേബിൾ സ്പൂണോളം വരും ഈ ഒരു തവിയുടെ അളവെന്ന് പറയുന്നത്. എന്നിട്ടൊന്നുമില്ല, നമ്മൾ സാധാരണ ഉണ്ടയൊക്കെ ഉരുട്ടുന്ന പോലെ അങ്ങ് ഉരുട്ടിയെടുക്കുക. അത് നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ അങ്ങ് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉരുട്ടുമ്പോഴത്തേക്കും നല്ല ഷൈനിങ് വരും കേട്ടോ. അതിൻ്റെ പുറം ഭാഗത്ത് 2 കൈയും കൂടെ വെച്ച് അങ്ങ് ഉരുട്ടി കൊടുത്താൽ മതി. കണ്ടോ, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഫുൾ തിളക്കമാണ് മൊത്തം. ഈ തിളക്കം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മങ്ങും കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓരോന്നായിട്ട് ഉരുട്ടി അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ അത് എല്ലാം ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ കഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു ഡെക്കറേഷനും കൂടെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ ബോൾസോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഷുഗർ കാൻഡീസോ ഷുഗർ ബോൾസോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഡെക്കറേറ്റീവ് ഐറ്റം വെക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കുവാണ് ഉരുട്ടിയെടുത്തതും ഇതൊക്കെ ചെയ്യുന്നതും. ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ കോയമ്പത്തൂർ പോയപ്പം ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞങ്ങൾക്ക് ചെറിയൊരു ട്രീറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഫാമിലി ഫ്രണ്ട്. അവിടെ ബുഫേക്ക് സെർവ് ചെയ്തിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു മഡ് കേക്ക്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് അതിന് മേലെ ഉടക്കി. ഞാൻ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അതായത് മെയിൻ കോഴ്സ് എടുക്കുന്നതിന് മുമ്പേ ഈ ഒരു ഡെസേർട്ട് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം മുതൽ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതേപോലെ തന്നെ ഉണ്ട്, അതേ ടേസ്റ്റും ടെക്സ്ചറും കാണാനും ഒക്കെ ലുക്കൊക്കെ അതുപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഓ, ചിക്കുവിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം മുറിച്ചിട്ട്. ഇപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാം. ആർക്കും മനസ്സിലാവില്ല ഇതെന്താ സംഭവം എന്ന്. ചോക്ലേറ്റ് ആണോ അതോ കേക്കാണോ എന്താണെന്ന്. ഇത് ചോക്ലേറ്റിൻ്റെ റാപ്പേഴ്സൊക്കെ വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കാം.
കണ്ടതിൻ്റെ ഉള്ളിലെ ടെക്സ്ചർ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇത് നമ്മളത് കേക്ക് ഇങ്ങനെ മിൽക്ക് മെയ്ഡ് ചേർത്ത് ഉരുട്ടിയെടുത്തതാണെന്നൊന്നും പറയുമൊന്നുമില്ല. കഴിച്ചു നോക്കട്ടെ. ബെസ്റ്റ് മഡ് കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പാകത്തിന് മധുരമൊക്കെ ഇപ്പോഴാണ് കേട്ടോ ആയിട്ടുള്ളത്. മറ്റേതും മധുരമൊക്കെ അധികം വേണ്ടാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല, അത് തന്നെ മതി. പക്ഷെ ഇത് അടിപൊളിയാണ്. ഇത് പക്ഷേ നമുക്ക് ഒരുപാടൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന പോലെ 1-2 ഒക്കെ കഴിക്കാം. ആദ്യം ഉണ്ടാക്കിയ കേക്ക് ആണെങ്കിൽ കൂടുതലൊക്കെ കഴിച്ചു പോകും, കാരണം അത് അധികം മധുരമൊന്നുമില്ലല്ലോ. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്, ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.